ജോലിയുമായി ദഅവത്തുമായി ജീവിച്ചുകൊണ്ടിരുന്നോ, ഏതെല്ലാം മേഖലകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ദാഴിയായിരുന്നു, കച്ചവടക്കാരനായിരുന്നു, അപ്പോഴും അയാൾ ദാഴിയായിരുന്നു, കൃഷിക്കാരനായിരുന്നു, അപ്പോഴും അയാൾ ദാഴിയായിരുന്നു, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന ആളായിരുന്നു, ദഅവത്ത് ചെയ്യുന്ന ആളായിരുന്നു, നമസ്കാരത്തിന്റെ അവസ്ഥയിൽ നമസ്കാരക്കാരനായിരുന്നു, അപ്പോഴും അവൻ ദാഴിയായിരുന്നു, ഹജ്ജ് ചെയ്യുന്ന ആളായിരുന്നു, ആ അവസ്ഥയിലും ദാഴിയായിരുന്നു. ജീവിതത്തിന്റെ ഏതെല്ലാം മനുഷ്യർ ബന്ധപ്പെടുന്ന മേഖലകളുണ്ടോ, നികല മേഖലകളിൽ അവരവരുടെ അവസ്ഥകളിൽ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴെല്ലാം ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും ദാഴിയായിരുന്നു. അള്ളാഹുവിലേക്ക് അടിമകളെ വിളിച്ചുകൊണ്ടിരുന്നോ, ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് വഴിയായി വലിയ മാറ്റങ്ങൾ ജീവിതങ്ങളിൽ മനുഷ്യരിൽ അള്ളാഹു തആല ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. വിളിക്കുന്ന ദഅവത്തിന്റെ ജോലി ഉപേക്ഷിച്ചോ, ദീനിന്റെ പരിശ്രമം ഒഴിവാക്കി ദഅവത്ത് ഉപേക്ഷിച്ച് മനുഷ്യർ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മനുഷ്യരുടെ ജീവിതങ്ങളിൽ നിന്ന് ദഅവത്തിന്റെ ഉത്തരവാദിത്വം ഇല്ലാതായോ, ദഅവത്തിന്റെ ജോലി എപ്പോൾ നിർത്തിയോ, ആ സമയത്ത് ഈ ഉമ്മത്ത് നിന്ദതയിലും അധപ്പതനത്തിലേക്കും ഈ ഉമ്മത്ത് കുത്താൻ തുടങ്ങി. ഈ ഉമ്മത്ത് നാശത്തിന്റെ വക്കുകളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. ഈ ഉമ്മത്തിൽ നിന്ന്, ഉമ്മത്തിന്റെ ഓരോ വ്യക്തികളിൽ നിന്ന്, അവരുടെ കുടുംബങ്ങളിൽ നിന്ന്, അവരുടെ തലമുറകളിൽ നിന്ന് ദീനില്ലാതായിക്കൊണ്ടേയിരിക്കാൻ തുടങ്ങി. इसलिए इससे पहले की तमाम नबियों की ये तारीख बतलाती है कि अल्लाह ताला जब जिस कौम को चमकाना चाहता था, इज्जत देना चाहता था, परवान चढ़ाना चाहता था, महबूब बनाना चाहता था, अपनी मदद और नुसरत और कुदरत को उनके साथ करना चाहता था, अल्लाह ताला उस कौम में नबी को पैदा कर देता है. അല്ലാഹു സുബ്ഹാനഹു വ തആല അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഏതൊരു ഖൗമിനെ, ഏതൊരു സമുദായത്തെ അല്ലാഹു തആല ഉയർത്താൻ ഉദ്ദേശിച്ചു, അവരെ ഉന്നതിയിലും ഔന്നിത്യത്തിലും എത്താൻ ഉദ്ദേശിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഇഷ്ടപ്പെടാൻ, അവരെ അല്ലാഹു സ്നേഹിക്കാൻ ഉദ്ദേശിച്ചു, അല്ലാഹുവിന്റെ നുസ്രത്ത്, അവന്റെ സഹായം, അവന്റെ കരുണയുടെ നോട്ടം, അവന്റെ ഖുദ്റത്ത് അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിത്തീരാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ സഹായം ഏതൊരു സമുദായത്തിൽ ഉണ്ടാവാൻ അള്ളാഹു ആഗ്രഹിച്ചോ, ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സമുദായത്തിലേക്ക്, ആ ഖൗമിലേക്ക് അള്ളാഹു തആല അവന്റെ പ്രിയപ്പെട്ട, അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ അംബിയ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ ദീനിന്റെ ജോലിയുമായി അള്ളാഹു തആല അയക്കുമായിരുന്നു. इसलिए कि नबियों की तारीख बतलाती है, कुरान उस पर शाहिद और गवाह है. जब नबी दुनिया में आए और उन्होंने दावत का काम किया तो उनकी कौमों में, उनकी उम्मतों में, उनके मेहनत के मैदान में अल्लाह ने दीन को जिंदा किया. और जब नबी चला गया, दीन छोड़ के गया, ईमान छोड़ के गया, अखलाक छोड़ के गया, सहीफे और किताब छोड़ के गया, लेकिन उम्मत में सब कुछ था, दावत नहीं थी, कि उनकी उम्मतें गुमराह हो गई और मेरे दोस्तों हिदायत से हट गई. यहां तक कि अल्लाह ताला को फिर दोबारा नबी भेजना पड़ा. जिस तरह से नबी आते गए, दावत की मेहनत करते गए, दीन जिंदा होता चला गया. नबी चले गए, दावत गई, दीन मुर्दा हो गया. ഈ യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ നമ്മളോട് അറിയിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു സമുദായത്തെ ഉയർത്താനും ഉന്നതിയിലെത്തിക്കാനും വിചാരിച്ചോ, ആ സമുദായത്തിലേക്ക് അല്ലാഹു തആല നബിമാർ അലൈഹിമുസ്സലാത്തു അയച്ചുകൊണ്ടേയിരുന്നു. നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം വന്നു, ദഅവത്തിന്റെ ജോലി ചെയ്യാൻ തുടങ്ങി. ദഅവത്ത് ജനങ്ങൾ അതിനെ ഏൽക്കാൻ തുടങ്ങി, അതിനെ സ്വീകരിക്കാൻ തുടങ്ങി, ജനങ്ങളിൽ ദീനുണ്ടാവാൻ തുടങ്ങി, ജനങ്ങൾ ഉന്നതിയിലെത്താൻ തുടങ്ങി, ആ സമുദായങ്ങളിൽ ഏറ്റവും ഔന്നിത്യത്തിന്റെയും ഉന്നതിയുടെയും സ്ഥാനങ്ങളിൽ എത്താൻ തുടങ്ങി. നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം നീങ്ങിപ്പോയി. നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം മരണമടഞ്ഞുപോയി. ആ രംഗങ്ങളിൽ ദഅവത്ത് നിന്നു. അതോടുകൂടി ജനങ്ങളിൽ ദീനില്ലാതായി. ദീനിന്റെ പരിശ്രമം നിന്നതോടുകൂടി ജനങ്ങളിൽ നിന്ന് ദീനില്ലാതായി. അവസാനം ഏതവസ്ഥയിലെത്തി? മനുഷ്യർ വീണ്ടും ഹിദായത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ടവരായി, അല്ലെങ്കിൽ ഹിദായത്ത് തടയപ്പെട്ടവരായി മാറിക്കൊണ്ടേയിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല
വീണ്ടും ആ കൗമിലേക്ക്, ആ സമുദായത്തിലേക്ക് അള്ളാഹുവിന്റെ ഇഷ്ടപ്രവാചകന്മാരായ നബിമാർ അലൈഹി മുസ്സലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ടേയിരുന്നു. നബിമാർ അലൈഹി മുസ്സലാത്തു വസ്സലാം വന്നു, ദീനിന്റെ പരിശ്രമം ചെയ്തു, ദീൻ ലോകത്ത് ആമാവാൻ തുടങ്ങി, ലോകത്ത് ദീനുണ്ടാവാൻ തുടങ്ങി, മനുഷ്യർ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ തുടങ്ങി. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം പോകലോടുകൂടി ദഅവത്തിന്റെ ജോലി നിന്നു. അതോടുകൂടി ദീൻ മനുഷ്യരിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടേയിരുന്നു. ഇത് ഈ രീതി തുടർന്നുകൊണ്ടേയിരുന്നു. ദഅവത്ത് ഉണ്ടാവുമ്പോൾ മനുഷ്യരിൽ ദീൻ ഉണ്ടാവും, ദഅവത്ത് ഇല്ലാതായാൽ മനുഷ്യരിൽ ദീൻ ഇല്ലാതായി പോകും. मेरे दोस्तों, ये सिलसिला अंबिया अलैहिस्सलातु तस्लीम तक चलता रहा, यहाँ तक कि हर नबी आता गया और उसके दरमियान में बहुत कम फासला रहा। 100 साल, 50 साल, 60 साल, इससे ज्यादा का फासला नहीं रहा नबियों के दरमियान में। लेकिन ईसा नबीना अलैहिस्सलातु तस्लीम के बाद जनाब रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तशरीफ लाए, तो आपके और ईसा अलैहिस्सलाम के दरमियान में इस रूए जमीन पर तकरीबन 650 साल तक कोई नबी नहीं था, कोई नबी नहीं था। सारी दुनिया गुमराहियत में जल रही थी, जहालत की सांस ले रही थी, बदअखलाकी आसमान पर पहुंच गई थी, बेहयाई बेशर्मी की इंतहा नहीं थी, जहां तक कि बैतुल्लाह में नंगे तवाफ किया जा रहा था। और सारी दुनिया मेरे दोस्तों बेदीनी की आग लगी हुई थी। उस वक्त जनाब रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तशरीफ लाए। അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ടേയിരുന്നു. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാം വന്ന് ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. ജനങ്ങൾ അല്ലാഹുവിനെ മനസ്സിലാക്കി ദീനനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിയോഗാനന്തരം ദഅവത്ത് നിന്നുപോയി. അതോടുകൂടി ദീൻ മനുഷ്യരിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടേയിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സിൽസില, ഈ ചങ്ങല ഇതേപോലെ തുടർന്നു. ഒരു നബിക്ക് ശേഷം മറ്റൊരു നബി, അതിനുശേഷം മറ്റൊരു നബി, ഇങ്ങനെ ഒരുപാട് നബിമാർ, ഒരേ കാലഘട്ടങ്ങളിൽ ഒരുപാട് നബിമാർ. ഇങ്ങനെ ഓരോ നബിമാരുടെയും ഇടയിൽ ഏകദേശം 100 വർഷത്തിന്റെ വിടവ്, അല്ലെങ്കിൽ 50 വർഷത്തിന്റെ വിടവ്, അല്ലെങ്കിൽ 60 വർഷത്തിന്റെ വിടവ്, ഇങ്ങനെ ഇത്ര ചുരുങ്ങിയ 100 വർഷത്തിന്റെ താഴെയുള്ള വിടവുകളായിരുന്നു ഓരോ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടയിലുണ്ടായിരുന്ന വിടവുകൾ. ആ നബിക്ക് ശേഷം ഒരു 100 വർഷത്തിന് ശേഷം, അല്ലെങ്കിൽ 50 വർഷത്തിന് ശേഷം, 60 വർഷത്തിന് ശേഷം വീണ്ടും നബിമാർ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അയച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഹദ്റത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം ഏകദേശം 575ഓളം വർഷം സുദീർഘമായ വിടവുണ്ടായി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടയിൽ. ഈ കാലയളവിൽ മനുഷ്യരിൽ നിന്ന് ദീനില്ലായ്മ എത്രത്തോളം വർദ്ധിച്ചു എന്ന് വെച്ചാൽ വേണ്ടാത്ത എല്ലാ അവസ്ഥകളും മനുഷ്യരുടെ ജീവിതങ്ങളിൽ ഉണ്ടായി. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തിന്റെ ചുറ്റും ആളുകൾ വസ്ത്രമില്ലാത്ത നഗ്നരായ നിലയിൽ ആ കഅബയെ തവാഫ് ചെയ്യാൻ മാത്രം അത്രത്തോളം ദീനില്ലായ്മയായി. വേണ്ടാത്തരങ്ങൾ മുഴുവനും ഉണ്ടായി. നിങ്ങളുടെ അന്ധകാരത്തിന്റെ മനുഷ്യത്വം നഷ്ടപ്പെടുന്ന നിലയിലുള്ള ജീവിതം മനുഷ്യരിലുണ്ടായി. ആ അവസ്ഥയിലാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല ഭൂമിയിലേക്ക് അയച്ചത്. सोचो आप, इतना बड़ा जमाना गुजर गया, बीच में कोई नबी नहीं आया, मोहम्मद सल्लल्लाहु अलैहि वसल्लम तशरीफ लाए तो सारे नबियों से कम उम्र लेके आए। मेहनत का मैदान पूरा आलम है, क़यामत तक का जमाना है, जब आपके बाद क़यामत तक कोई नबी नहीं आएगा। इतना बड़ा आपको जमाना दिया गया और पूरा आलम मेहनत का मैदान दिया गया। उम्र सारे नबियों से कम दी गई। कुल 63 साल की उम्र आपको मिली है। 40 साल की उम्र गुजर गई जिसमें आपको नबूवत नहीं मिली, और 40 साल के बाद जो नबूवत मिली 13 साल मक्के के गुजर गए। फिर उसके बाद 10 साल मदीने के गुजरे। इस थोड़े से अरसे में जनाब रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने कौन सी ऐसी मेहनत की, कौन सा ऐसा मेहनत का तरीका अपनाया, कौन सी ऐसी फिक्र की, कौन सी ऐसी जुस्तजू की, कौन सी ऐसी मेहनत मुजाहिदा किया जिसके नतीजे में आज तक अल्लाह ने इस दीन को बाकी रखा है। അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല നബിയായി അയച്ചത്
ഖിയാമത്ത് നാൾ വരെയുള്ള കാലം നൽകിയിട്ടാണ്. കുറഞ്ഞ കാലമല്ല, ഖിയാമത്ത് നാൾ വരെ ഇനി ഒരു നബിയും വരികയില്ല. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരാശിയുടെയും ഹിദായത്തിന്റെ ഉത്തരവാദിത്വം നൽകി, ദീനിന്റെ പരിശ്രമത്തിന്റെ ഉത്തരവാദിത്വം നൽകി അയച്ച ഒരു നബി. കാലഘട്ടം വിശാലമായത്. പിന്നെയോ പരിശ്രമത്തിന്റെ മൈതാൻ, പരിശ്രമിക്കേണ്ട സ്ഥലം ലോകം മുഴുവനുമാണ്. ഒരു കുറഞ്ഞ ഗ്രാമമോ ഒരു നാടോ അല്ല, ലോകം മുഴുവനും പരിശ്രമിക്കേണ്ട നബി, ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് വേണ്ടി അയക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ ആയുസ് ജീവിതത്തിൽ നൽകിയത് മറ്റ് നബിമാർക്കെല്ലാം നൽകിയതിനേക്കാൾ വളരെ കുറഞ്ഞ കാലഘട്ടമാണ് നൽകിയത്. മൊത്തത്തിൽ 63 കൊല്ലം നൽകപ്പെട്ടു. അതിൽ 40 കൊല്ലം നുബുവത്തിന് മുമ്പായി കഴിഞ്ഞുപോയി. പിന്നീടുള്ളത് 23 കൊല്ലമാണ്. ഈ 23 കൊല്ലത്തിൽ 13 കൊല്ലം മക്കയിൽ ജീവിതം കഴിച്ചുകൂട്ടി. പിന്നീട് ആകെയുള്ളത് 10 കൊല്ലം മദീനയിൽ. ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് ഇന്ന് വരെ മുഴുവൻ മനുഷ്യരിലും ദീനുണ്ടാവാനുള്ള, ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലും ദീനുണ്ടാവാനുള്ള എന്തൊരു പരിശ്രമത്തിന്റെ വഴിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തെരഞ്ഞെടുത്തത്. ഏതൊരു രീതിയാണ്, ഏതൊരു മാതൃകയാണ്, ഏതൊരു വഴിയാണ്, ഏതൊരു സരണിയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കുറഞ്ഞ കാലം കൊണ്ട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരിലും ദീനുണ്ടാവാൻ വേണ്ടി ഏതൊരു സരണി, ഏതൊരു വഴിയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. मेरे अजीज दोस्तों, ये हमको बहुत फिक्र की चीज है। याद रखना, हमारे नबी में और पिछले नबियों की मेहनत में फर्क क्या है? पिछले नबियों ने अपनी अपनी उम्मतों को, अपनी अपनी कौम को, अपने अपने मानने वालों को इबादत पर खड़ा किया, अल्लाह की बंदगी पर खड़ा किया, अल्लाह की इताअत पर खड़ा किया, अने अब्दुल्लाह अल्लाह की इबादत की दावत दिया। लेकिन हमारे नबी हजरत मोहम्मद सल्लल्लाहु अलैहि वसल्लम ने पहले ही दिन से अपनी उम्मत को दावत पर खड़ा किया। നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട രംഗമാണിത്. എങ്ങനെയാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുറഞ്ഞ കാലം കൊണ്ട് മുഴുവൻ മനുഷ്യരിലും ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യരിൽ ഈ ദീനത്തെക്കാൻ വേണ്ടി ഏത് വഴിയാണ് സ്വീകരിച്ചത്? ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കേണ്ടത് ആവശ്യമുണ്ട്. സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഴുവൻ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമും അവരുടെ അധ്വാനം, അവരുടെ പരിശ്രമം, അവരുടെ ത്യാഗം, അവരുടെ മുജാഹദ മുഴുവനും അവരവരുടെ ഉമ്മത്തികളെ, അവരവരുടെ ഖൗമുകളെ അള്ളാഹുവിന്റെ അടിമത്തത്തിൽ, അവന്റെ അനുസരണയിൽ, അവന്റെ ഇബാദത്തിൽ, അവന് കീഴൊതുങ്ങി അവനനുസരിച്ച് ജീവിക്കണമെന്നുള്ള ഇബാദത്തിലായി തന്റെ സമുദായത്തെ, തന്റെ ഖൗമിനെ ജീവിപ്പിക്കുന്നതിന് വേണ്ടി, ഇബാദത്തിൽ സജീവമാക്കാൻ വേണ്ടിയിട്ടാണ് മുഴുവൻ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാം പരിശ്രമിച്ചത്. അനിഅബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കുക എന്നാണ് മുഴുവൻ നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തുണ്ടായിരുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമം എന്തായിരുന്നു? തങ്ങളുടെ നബുവത്തിന്റെ ഒന്നാമത്തെ ദിവസം തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ ഉമ്മത്തിയെയും ദഅവത്തിന്റെ ജോലിയിലായി ഉമ്മത്തിനെ എഴുന്നേൽപ്പിച്ചു. ദഅവത്തിന്റെ ജോലി ചെയ്യാൻ ഈ ഉമ്മത്തിനെ പ്രേരിപ്പിച്ചു. ദഅവത്തിന്റെ ജോലി ചെയ്യാൻ വേണ്ടി ഈ ഉമ്മത്തിനെ സന്നദ്ധമാണ്. दूसरी चीज ये मेरे दोस्तों, अल्लाह ताला ने इस उम्मत को पैदा करते ही दावत का काम दे दिया, नबी के काम के लिए चुन लिया और अपने काम के लिए चुन लिया। जबकि नबियों को अल्लाह ताला उस वक्त नबी बनाता था जब उनकी पूरी तरबियत कर देता था। हर लाइन से नबी की तरबियत होती थी। इस उम्मत को अल्लाह ने बगैर तरबियत के मेरे दोस्तों इसको दाई बना दिया। क्या बना दिया? अब इस उम्मत की तरबियत कैसे होगी? यूं कहें, इस उम्मत की तरबियत दावत देते देते अल्लाह करेगा। कौन करेगा? काम करते करते इस उम्मत की तरबियत होगी। दावत के मैदान में उतरते ही और काम करते ही, दावत देते ही अल्लाह की तरबियत फरमाएगा। काम करते करते इसलिए हमारे नबी हजरत मोहम्मद सल्लल्लाहु अलैहि वसल्लम ने अपने साथ उम्मत को लिया। किसके साथ? अपने साथ उम्मत को लिया, अपने साथ लिया और अपने साथ लेकर के मेरे दोस्तों उम्मत से दावत का काम कराया और एक एक उम्मती को पहले दाई बनाया, दावत का तरीका सिखलाया, दावत का ढंग सिखलाया, दावत का मिजाज बनाया, दावत
सीखो, पहले अपने दाई बने। അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാമത്തെ ദിവസം തന്നെ ഈ ഉമ്മത്തികളെ അല്ലാഹു തആല ദായികളാണ്. യഥാർത്ഥത്തിൽ അംബിയാ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ ദഅവത്തിന് വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുക്കുന്നതിന് മുമ്പായി നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല തർബിയത്ത് നൽകുമായിരുന്നു, സംസ്കരിക്കുകയും തസ്കിയത്തും തർബിയത്തും നൽകുമായിരുന്നു. പക്ഷേ ഈ ഉമ്മത്തിനെ ഒന്നാമത്തെ ദിവസം തന്നെ അല്ലാഹു തആല ദായിയാക്കി. നബിമാർ അലൈഹിമുസ്സലാത്തു വസ്സലാമിനെ തർബിയത്തിന് ശേഷം ദായികളാക്കി. ഈ ഉമ്മത്തികളെ തർബിയത്ത് കൂടാതെ ഒന്നാമത്തെ ദിവസം തന്നെ ദായിയാക്കി. പിന്നെ ഈ ഉമ്മത്തിന് എവിടുന്ന് തർബിയത്ത് കിട്ടും? ഈ ഉമ്മത്ത് എവിടുന്ന് ഈ ദഅവത്തിന്റെ തർബിയത്ത് ശീലിക്കും? അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികൾക്ക് ചെയ്ത ഏറ്റവും വലിയ ഒരു ഔദാര്യമാണ് ഈ ഉമ്മത്ത് ദഅവത്തിന്റെ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം അല്ലാഹു ഈ ഉമ്മത്തിന്റെ ഓരോ ദായിയെയും അല്ലാഹു തആല തർബിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. മുന്നേ തർബിയത്ത് ചെയ്ത് പിന്നീട് ദായിയാക്കല്ല ചെയ്യുന്നത്. ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം അല്ലാഹു തആല തർബിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം അല്ലാഹു തആല ഈ ഉമ്മത്തിനെ ഓരോരോ ദായിക്കും അല്ലാഹു തആല ദഅവത്തിന്റെ അഖ്ലാഖ്, ദഅവത്തിന്റെ മിസാജ്, ദഅവത്തിന്റെ സ്വഭാവം, ദഅവത്തിന്റെ രീതി, ദഅവത്തിന്റെ ഹിക്മത്ത്, ദഅവത്തിന്റെ തന്ത്രം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുമ്പോഴെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിലെ ഓരോരോ ആളുകളെയും അല്ലാഹു തആല തർബിയത്ത് ചെയ്തുകൊണ്ടേയിരിക്കും. നേരെ മറിച്ച് നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ദായിയായി അയക്കുമ്പോൾ, നബിയായി അയക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം തർബിയത്ത് നൽകിയിട്ടാണ് അയച്ചത്. ഈ ഉമ്മത്തിനെ ഒന്നാമത്തെ ദിവസം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദായിയാക്കി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഉമ്മത്തിലെ ഓരോരോ ആദ്യ കാലഘട്ടങ്ങളിൽ തങ്ങളുടെ കൂട്ടത്തിലുള്ള ഓരോ ഉമ്മത്തികളെയും ഓരോ മുഅ്മിനെയും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ സഹാബാക്കളെ കൂട്ടി അവർക്ക് തർബിയത്തും തസ്കിയത്തും നൽകിക്കൊണ്ടേയിരുന്നു. അവർ ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. अल्लाह ताला केरला वालों को कबूल करना है। അല്ലാഹു കേരളക്കാരെ കബൂലാക്കുമാറാകട്ടെ. अल्लाह ने आपके अंदर पहले ही से दावत का सिफात रख दिया है। അല്ലാഹു തആല നിങ്ങളിൽ ആദ്യം തന്നെ ദഅവത്തിന്റെ സിഫത്ത് ഗുണം വെച്ചു. दावत में नरमी चाहिए, आपके अंदर ദഅവത്തിൽ മനുഷ്യർക്ക് വളരെ മയം വേണം. നിങ്ങളിൽ ആദ്യം തന്നെ മയം എന്നുള്ള ആ സ്വഭാവമുണ്ട്, ആ ഗുണം. दावत के अंदर मोहब्बत चाहिए, पहले से आपके अंदर मोहब्बत। ദഅവത്ത് ചെയ്യുന്ന ദായിക്ക് മഹബ്ബത്ത്, സ്നേഹം വേണം. ഇതും നിങ്ങളിൽ മുമ്പേ ഉള്ളതാണ്. दावत के अंदर इशारा हमदर्दी चाहिए, पहले से आपके अंदर मौजूद है। ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് മറ്റുള്ളവരോടുള്ള കരുണയും മറ്റുള്ളവർക്ക് മുൻഗണന നൽകുകയും ചെയ്യുന്ന സ്വഭാവം വേണം. അത് നിങ്ങളിൽ മുമ്പേ ഉള്ളതാണ്. दावत के अंदर अखलाक चाहिए, पहले से आपके अंदर मौजूद है। ദഅവത്ത് ചെയ്യുന്ന ദായിക്ക് നല്ല സ്വഭാവം വേണം. അതും നിങ്ങളിൽ മുമ്പേ ഉള്ളതാണ്. जो जो सिफात दावत में चाहिए अल्लाह ने आपके अंदर पहले ही रख दिया है। ദഅവത്തിന്റെ ദായിക്ക് എന്തെല്ലാം ഗുണങ്ങൾ, എന്തെല്ലാം സിഫാത്തുകൾ വേണോ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമേ നിങ്ങളുടെ ജീവിതങ്ങളിൽ തന്നു. अब तो आपको खाली खड़े होने की जरूरत है। ഇപ്പൊ നിങ്ങൾക്ക് എന്താണ്? വെറും എഴുന്നേറ്റ് നിന്നാൽ മാത്രം മതി. जिस दिन आप खड़े हो जाओगे इंशाअल्लाह अपने सूमे में एक नुमाया तब्दीली देखोगे। നിങ്ങൾ എല്ലാവരും കൂടി ദീനിന്റെ ഈ പരിശ്രമത്തിന് വേണ്ടി ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായാൽ ഈ നാടുകളിൽ അല്ലാഹു തആല വലിയൊരു പരിവർത്തനത്തിന്റെ അവസ്ഥ അല്ലാഹു തആല ഈ നാടുകളിൽ ഉണ്ടാക്കി. ये पूरा मजमा नियत करें इंशाअल्लाह 4 महीने लगाकर इस्लाम को सीखेंगे। അതുകൊണ്ട് ഈ ഇരിക്കുന്ന മുഴുവൻ സദസ്സും ഹിമ്മത്തോടു കൂടി നിയത്ത് ചെയ്യും. 4 മാസം അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് ഈ പരിശ്രമം എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പഠിക്കും, എന്നിട്ട് ഈ ദീനിന്റെ പരിശ്രമം ചെയ്യും. അതുകൊണ്ട് 4 മാസം പുറപ്പെടുമെന്ന് എല്ലാവരും നിയത്ത് ചെയ്യും. ये चिल्ला वाले तो ऐसे हैं जैसे छोटा बच्चा बाप की उंगली पकड़ के चल रहा है। ഈ 40 ദിവസം പോകുന്ന ആളുകൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ വാപ്പന്റെ കൈവിരൽ പിടിച്ച് നടക്കുന്ന കുഞ്ഞിനെ പോലെയാണ്. बताओ कब तक उंगली पकड़ के चलते रहोगे? എത്ര കാലം വാപ്പന്റെ കൈവിന്റെ വിരൽ പിടിച്ചിട്ട് നടക്കും മനുഷ്യൻ? ताकत जब आएगी जब अपने पैरों से चलोगे। ആരോഗ്യം വന്നു, താക്കത്തുണ്ടായി കഴിഞ്ഞാൽ പിന്നെ സ്വന്തം കാലിൽ നടക്കാൻ. और 4 महीने में ताकत पैदा होती। 4 മാസം കൊടുക്കുമ്പോഴാണ് ജാഗത്തിന്റെ താക്കത്തുണ്ടാവുക. इसलिए पूरा मजमा नियत करें इंशाअल्लाह। खुदा ने हमारे अंदर दावत की सिफात पहले से रख दी है। ये हमारी जिंदगी में ये सिफात हकीकत से साबित हो जाए और पूरी उम्मत में ये सिफात फैल जाए। इसके लिए इंशाअल्लाह मैं 4 महीने लगाकर इस काम को सीखूंगा। അല്ലാഹു സുബ്ഹാനഹു വ തആല ദായിക്ക് വേണ്ട
മുഴുവൻ സിഫാത്തുകളും അല്ലാഹു തആല നിങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇനി ഹിമ്മത്തോടു കൂടി ധൈര്യത്തോടു കൂടി ഈ ദീനിന്റെ പരിശ്രമം എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു 4 മാസം പുറപ്പെട്ട് എന്റെ ജീവിതത്തിൽ ദഅവത്തിന്റെ മുഴുവൻ സിഫാത്തുകളും ഉണ്ടാക്കി ഞാനൊരു ദായിയാവുകയും മുഴുവൻ മനുഷ്യരിലും അള്ളാഹുവിന്റെ ശരിയായ ദീൻ എത്തിക്കുന്നതിന് ഞാൻ കാരണക്കാരനാകുമെന്നുള്ള ഒരൊറ്റ നിയ്യത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ 4 മാസം ഞാൻ പുറപ്പെടുമെന്ന് എല്ലാവരും നിയ്യത്ത് ചെയ്യും. अल्लाह ताला ने भी सबसे पहली जो आयत उतारी है वो दावत की आयत उतारी. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി ഇറക്കിയ ആയത്ത് തന്നെ ദഅവത്തിന്റെ വിഷയത്തിലാണ്. नुज़ूल के एतबार से सबसे पहली आयत इक़रा बिस्मि रब्बिकल लज़ी है. इसमें अल्लाह ने कोई हुक्म नहीं दिया, कोई अहकामात नाज़िल नहीं किया, इसमें अपनी ज़ात का तारुफ करा है. ഇറങ്ങുക എന്നുള്ള വിഷയത്തിൽ ആദ്യമായി ഇറങ്ങിയത് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് എന്ന് തുടങ്ങുന്ന ആയത്തുകളാണ്. അതിൽ സത്യത്തിൽ അള്ളാഹുവിന്റെ കൽപ്പനകളൊന്നുമില്ല, അള്ളാഹുവിന്റെ താറുഫ്, അവന്റെ വിശേഷണം, അവന്റെ പരിചയപ്പെടുത്തൽ മാത്രമാണ് അതിലുള്ളത്. और जो दूसरी आयत उतरी है मेरे दोस्तों, जो सबसे पहली आयत अहकामात के एतबार से है वो है या अय्युहल मुद्दस्सिर क़ुम फअंज़िर व रब्बക फकब्बिर वाली आयत. അള്ളാഹുവിന്റെ കൽപ്പന എന്നുള്ള നിലയിൽ ഇറങ്ങിയ ആയത്ത് ഏറ്റവും ആദ്യമായി ഇറങ്ങിയത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ എന്നുള്ള ആയത്താണ്. आप सल्लल्लाहु अलैहि वसल्लम ने दावत का काम मिलते ही, नबूवत का काम मिलते ही आपने अपनी उम्मत को दाई बनाया. അല്ലാഹു സുബ്ഹാനഹു വ തആല നബൂവത്ത് കിട്ടിയ ഉടനെ തന്നെ अल्लाह सुब्हानहू व तआला तंगले दाई. और सबसे पहले आपकी नबूवत को कबूल करने वाली और आपकी नबूवत पर तसल्ली देने वाली और आपकी नबूवत पर आपको जमाने वाली और आपकी नबूवत पर मेरे दोस्त अपनी जान लगाने वाली और आपकी नबूवत पर अपने माल को खर्च करने वाली मर्द बात में है. पहले अल्लाह ने उम्मत की औरतों को कबूल किया है. അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിനെ ആദ്യമായി അംഗീകരിച്ചവർ, നുബുവത്തിന്റെ വിഷയത്തിൽ ആദ്യമായി തങ്ങളെ സഹായിച്ചവർ, നുബുവത്തിൽ തങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ആദ്യമായി ത്യാഗം ചെയ്തവർ, നുബുവത്തിന് വേണ്ടി ജീവൻ നൽകിയവർ, നുബുവത്തിന് വേണ്ടി സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചത് ആണുങ്ങൾക്ക് മുമ്പായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നി സ്ത്രീയായ ഖദീജ റളിയല്ലാഹു അൻഹ. और ये तारीख से पता चलता है, नबियों की तारीख से ये पता चलता है, जिस जमाने में जिस नबी का साथ औरत ने दिया है उस नबी का दीन दुनिया में ज्यादा फैला है, और जिस नबी का साथ औरत ने नहीं दिया है उस नबी का दीन दुनिया में ज्यादा नहीं फैल सका है. താരീഖ്, ചരിത്രം നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഏതൊരു നബിയുടെ കൂട്ടത്തിൽ ആ നബിയുടെ ഭാര്യ അവരുടെ നുബുവത്തിൽ, അവരുടെ ദഅവത്തിൽ സഹായിയായോ ആ നബിയുടെ നുബുവത്തും ആ നബിയുടെ ദഅവത്തും പെട്ടെന്ന് ലോകത്ത് ആമാവുകയും വ്യാപിക്കുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതൊരു നബിയുടെ ഭാര്യ അവരുടെ നുബുവത്തിലും അവരുടെ ദഅവത്തിലും സഹായിയായിട്ടില്ലയോ ആ നബിയുടെ പരിശ്രമം, ആ നബിയുടെ ദഅവത്തിനെ ജനങ്ങൾ കബൂലാക്കലും വളരെ കുറഞ്ഞതായിട്ടാണ് താരീഖ്, ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാക്കുക. आप सल्लल्लाहु अलैहि वसल्लम सारे हिरा से तशरीफ लाए, इंतहाई डरे हुए, इंतहाई कांपते हुए, इंतहाई आप पर एक ऐबत तारीफ की. जब आप घर में दाखिल हुए तो हजरत खदीजतुल कुबरा रज़ियल्लाहु तआला अन्हा आपकी इस सूरत को देखकर और आपके इस डर और खौफ को देखकर घबरा गई. फरमाया क्या बात है, ऐ मेरे आका क्या बात है, आप आज इतना घबराए हुए क्यों आए हैं और इतना परेशान क्यों है? तो आपने सारा वाकया सुनाया तो खदीजतुल कुबरा ने अजीब बात फरमाया भला ऐसे आदमी को अल्लाह हलाक कर देगा जिस आदमी के अंदर ये सिफत है, यतीमों की खैर खबर लेता है, बेवाओं की खैर खबर लेता है, मुसाफिरों की खैर खबर लेता है, हर एक के साथ खैर खाही और भलाई करता है. भला ऐसे आदमी को अल्लाह हलाक कर देगा, कभी नहीं ऐसा हो सकता. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുബുവത്ത് കിട്ടി ഹിറാ ഗുഹയിൽ നിന്ന് പേടിച്ച് ഭയപ്പെട്ട് ഭയവിഹലനായി വിറച്ചുകൊണ്ടാണ് ഖദീജ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് വന്നത്. തങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വന്നപ്പോൾ പേടി കൊണ്ട് വിറച്ചിട്ട് തങ്ങളുടെ മുഖമൊക്കെ ഭയം കൊണ്ട് വിറളി പിടിച്ച ബേജാറായി തങ്ങൾ ആകെ വലിയ വെപ്രാളത്തോടു കൂടി വന്നപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അങ്ങക്ക് എന്താ പറ്റിയത്?
എന്താണ് അങ്ങക്ക് അങ്ങയുടെ മുഖത്ത് ബേജാറിന്റെയും വെപ്രാളത്തിന്റെയും ഭയത്തിന്റെയും അടയാളം കാണുന്നത്? എന്ത് പറ്റി അങ്ങക്ക്? ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വാത്സല്യനിധിയായ തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചു, ഞാൻ ഈ ഗുഹയിലുണ്ടായപ്പോൾ ഇന്ന രീതിയിലൊക്കെ സംഭവിച്ചു എന്ന് പറഞ്ഞപ്പോൾ, ഓഹോ, ആ ഭാര്യ വലിയ സമാശ്വാസത്തിന്റെ, സന്തോഷത്തിന്റെ, വളരെ ആശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞു. ഒരിക്കലുമില്ല, ഒരിക്കലും ഇങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു നശിപ്പിക്കുകയില്ല, അള്ളാഹു പാഴാക്കി കളയുകയില്ല. യതീമുകളോട് കരുണ കാണിക്കുന്നവർ, യതീമുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ, വിധവകളുടെ കാര്യങ്ങൾ ഏറ്റെടുത്ത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർ, മിസ്കീന്മാരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നവർ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുന്നവർ, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്ത് ജീവിക്കുന്നവർ, ഒരിക്കലും അങ്ങനെയുള്ള മനുഷ്യരെ അള്ളാഹു അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പാഴാക്കുകയില്ല, നശിപ്പിച്ചു കളയുകയില്ല എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ സമാശ്വാസത്തിന്റെ, ആശ്വാസത്തിന്റെ വാക്കുകൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. फरमाया कि अगर आपको मेरी बात पर इत्मीनान न हो तो आप मेरे साथ चलें. मेरा चाचाजाद भाई वर्का इब्न नौफल जो तौरेत का आलिम है, इंजील का आलिम है, ज़बूर का आलिम है, पिछले तमाम नबियों की तारीख से वाकिफ रखता है और वो जानता है, आप मेरे साथ चलिए, वो आपको मज़ीद तसल्ली देगा. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ വാക്കിൽ തങ്ങൾക്ക് സംതൃപ്തിയില്ലെങ്കിൽ, എന്റെ വാക്കിൽ തങ്ങൾക്ക് സംതൃപ്തിയാവുന്നില്ലെങ്കിൽ തങ്ങൾ എന്റെ കൂട്ടത്തിൽ വരും. എന്റെ എളാപ്പയുടെ മകൻ വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന സബൂറിന്റെ, തൗറാത്തിന്റെ, ഇഞ്ചീലിന്റെ പണ്ഡിതനായ, എന്നുവെച്ചാൽ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളെ കുറിച്ച് നല്ലതുപോലെ വിവരമുള്ള ആലിമായ എന്റെ എളാപ്പയുടെ മകൻ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് പോകാം. അദ്ദേഹം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. അദ്ദേഹത്തിന്റെ വാക്കുകൂടി കേട്ടാൽ നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവും. അതുകൊണ്ട് അങ്ങ് എന്റെ കൂട്ടത്തിൽ വരീ എന്ന് ഖദീജ റളിയല്ലാഹു അൻഹ चुनांचे आपको साथ देखेंगे. वर्का इब्न नौफल ने पूरी आपकी बात सुनी और उसके बाद फरमाया, काश कि मैं उस वक्त जवान होता, काश उस वक्त में पट्टा होता, काश उस वक्त में जिंदा होता जिस वक्त आपकी कौम आपको मक्का से निकालेगी, मैं उस वक्त आपकी मदद करता. इतना सुनकर आप हैरान हो गए, तुम क्या बात कहते हो? ये मक्का वाले जो मुझसे मोहब्बत करते हैं, जो मुझको अमीर और सादिक कहते हैं, जो मेरा एहतराम करते हैं, जो मेरे साथ हर किस्म का अच्छा मामला करते हैं, वो मुझे मक्का से निकाल देंगे, वो मुझे मक्का से निकाल देंगे. വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടത്തിൽ നടന്നു. അവിടെ എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അനുഭവമുണ്ടായ, തങ്ങൾ അനുഭവിച്ച മുഴുവൻ രംഗങ്ങളും വറഖത്ത് ബിൻ നൗഫലിന്റെ മുന്നിൽ തങ്ങൾ അവതരിപ്പിച്ചു. ആ സമയത്ത് പറഞ്ഞു, മുൻപ്രവാചകന്മാരുടെ അടുക്കൽ വരുന്ന ആ നാമൂസ ജിബ്രീൽ അലൈഹിസ്സലാമാണ് വന്നത്, തങ്ങളെ അല്ലാഹു നബിയായി തെരഞ്ഞെടുത്തിരിക്കുന്നു. പക്ഷേ ഖേദകരം, ഞാനെങ്ങാനും യുവാവായിരുന്നെങ്കിൽ, ഞാൻ ആരോഗ്യമുള്ളവനായിരുന്നെങ്കിൽ, ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കൂട്ടത്തിൽ സഹായിക്കുമായിരുന്നേനെ. പക്ഷേ നിങ്ങളുടെ ഈ നാട്ടുകാർ, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് തങ്ങളെ പുറത്താക്കപ്പെടും. അന്നെങ്ങാനും ഞാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ സഹായിയായി ഉണ്ടാകുമായിരുന്നേനെ എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു. ആ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണു തുറന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടു കൂടി ചോദിച്ചു, എന്നെ സാദിഖെന്നും എന്നെ അമീരെന്നും വിളിക്കുന്ന ഈ ജനങ്ങൾ എന്നെ ഈ മക്കയിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുമെന്നാണോ തങ്ങൾ പറയുന്നത് എന്ന് അത്ഭുതത്തോടു കൂടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോൾ വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, തീർച്ച മുൻകഴിഞ്ഞ നബിമാരെ പുറത്താക്കപ്പെട്ടതുപോലെ നിങ്ങളെയും പുറത്താക്കപ്പെടും. അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിച്ചേനെ എന്ന് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു. തങ്ങളുടെ പരിശുദ്ധമായ മുബാറക്കായ ഈ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ലോകത്തിന്റെ സകല മുക്കുകളിൽ ദീനെത്തി. എന്തിന്റെ പേരിലായിരുന്നു? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ തങ്ങളുടെ ഭാര്യമാർ, സഹാബാക്കളുടെ കൂട്ടത്തിൽ അവരുടെ ഭാര്യമാർ, അവരുടെ സ്ത്രീകൾ അവർ ത്യാഗം ചെയ്യുന്നത് പോലെ അവരുടെ സ്ത്രീകളും ഈ ദീനിനു വേണ്ടി, അള്ളാഹുവിന്റെ ഈ പരിശുദ്ധമായ ദീനിനു വേണ്ടി അവരും ത്യാഗം ചെയ്യാൻ വേണ്ടി സന്നദ്ധരായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പെട്ടെന്ന് ലോകത്തിന്റെ എല്ലാ മുക്കുമൂലകളിലും ഈ മുബാറക്കായ ദീൻ അല്ലാഹു തആല मक्की जिंदगी में സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ പൂർണ്ണമായും നിങ്ങളുടെ തങ്ങളുടെ കൂട്ടത്തിൽ സഹകരിക്കാൻ തുടങ്ങി. തങ്ങളുടെ നുബുവത്തിൽ, തങ്ങളുടെ ദീനിൽ, തങ്ങളുടെ ദഅവത്തിൽ എല്ലാത്തിലും പൂർണ്ണമായ നിലയിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ സഹകരിക്കാൻ തുടങ്ങി.
സഹായം അവരുടെ കൂട്ടത്തിൽ അവരുടെ സമ്പത്തും ശരീരം ചെലവഴിക്കാൻ തുടങ്ങി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്ത് പരിശുദ്ധമായ ഇസ്ലാമിന് ചെലവഴിക്കുന്നതിന് മുമ്പായി തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ചെലവഴിക്കപ്പെട്ടത് ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്തായിരുന്നു. അവരെ സമ്പത്താണ് ആദ്യമായി ചെലവാക്കിയത്. അവരെ സമ്പത്താണ് ആദ്യമായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ സമ്പത്തിനേക്കാൾ മുമ്പേ ഈ ദീനിന് വേണ്ടി ചെലവാക്കിയത്. സമ്പത്ത് അവർ ചെലവാക്കി. അവരാണുങ്ങളെക്കാൾ മുൻകടന്നു സ്ത്രീകൾ. മാത്രവുമല്ല, പരിശുദ്ധമായ ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി ആദ്യമായി ഈ ഉമ്മത്തിൽ ഷഹീദായത്, ഷഹാദത്തിന്റെ ആ കൈപ്പുനീര് കുടിച്ചത്, ജീവൻ അള്ളാഹ്ക്ക് വേണ്ടി നൽകിയത്, ഷഹാദത്തിന്റെ ഷഹീദാവുക എന്നുള്ള സന്തോഷത്തിന്റെ ആദ്യത്തെ അർഹയായവർ പുരുഷന്മാരെക്കാൾ മുന്നിൽ സ്ത്രീയായിരുന്നു. അതൊരു സുമയ്യ റളിയല്ലാഹു അൻഹയായിരുന്നു. ആദ്യമായി ഇസ്ലാമിന് വേണ്ടി ജീവൻ നൽകിയത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്. സമ്പത്ത് നൽകിയവർ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അള്ളാഹുവിന്റെ സഹായം നേരിട്ട് പുരുഷന്മാർക്ക് കിട്ടുന്നതിനേക്കാൾ മുന്നേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിലെ സ്ത്രീകൾ ആ സഹായം അള്ളാഹുവിനോട് വാങ്ങുമായിരുന്നു. ഈ നിലയിൽ ദീനിന്റെ പരിശ്രമത്തിൽ, ദീനിന്റെ സഹായിക്കുന്ന കാര്യത്തിൽ പുരുഷന്മാരെക്കാൾ സഹാബാക്കളായ സ്ത്രീകൾ അവർ മുന്നിലായി. നമ്മുടെ വീട്ടിന്റെ മുഴുവൻ ജോലികളും, നമ്മുടെ ഹിദ്മത്ത്, നമ്മുടെ വീട്ടിന്റെ ഹിദ്മത്ത്, വീട്ടിന്റെ അഴിച്ചുവാരി വൃത്തിയാക്കുക പണി, അത് നമ്മൾ സ്ത്രീകളെ കൊണ്ട് ചെയ്യിക്കും. നമ്മുടെ കുട്ടികളെ വൃത്തിയാക്കുക, അവരെ നല്ല നിലയിൽ പരിപാലിക്കുക, അതും നമ്മൾ നമ്മുടെ ഭാര്യമാരോടും നമ്മുടെ സ്ത്രീകളോട് ചെയ്യിക്കും. നമുക്ക് വേണ്ടി ആഹാരം പാചകം ചെയ്യിക്കുക, അതും നമ്മൾ നമ്മുടെ സ്ത്രീകളോട് ചെയ്യിക്കുന്നു. ചുരുക്കത്തിൽ നമുക്ക് ആവശ്യമുള്ള സകല സംഗതികളും നമ്മൾ അവരോട് ജോലി വാങ്ങുകയും അവരെ നമ്മൾ ജോലി ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നു. പക്ഷേ അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന്റെ ജോലി ആ വിഷയത്തിൽ നമ്മൾ അവരെ വിട്ടുകളഞ്ഞില്ല. दाई बनाना तो बहुत दूर की चीज है, दाई बनाना तो बहुत दूर की चीज है। कितनों को साल भर हो गए, 4 साल हो गए, 10 साल हो गए, अपनी बीवी के साथ बैठ करके दीन का मुज़ाकरा नहीं किया. ദീനിന്റെ ദഅവത്തിന്റെ ജോലി ഭാര്യമാരോടും കുടുംബങ്ങളോടും ചെയ്യിക്കുക എന്നുള്ളത് വലിയ ദൂരമായ കാര്യമാണ്. 4 കൊല്ലമായി, 5 കൊല്ലമായി, 10 കൊല്ലമായി തന്റെ ഭാര്യയോട് കൂട്ടത്തിൽ കഴിയുന്നു. പക്ഷേ തന്റെ ഭാര്യയും തന്റെ കുട്ടികളെയും കൂട്ടിയിരുത്തി ദീനിന്റെ കാര്യത്തിലുള്ള ഒരു മുദാക്കറ, ഒരു ദീനിന്റെ കാര്യത്തിലുള്ള പരസ്പരം ഒരു ചർച്ച പോലും നമ്മൾ ചെയ്യാത്ത അവസ്ഥയിലാണ്. हालांकि घर में जो दीन आएगा, बच्चों में जो दीन आएगा, मेरे दोस्तों बहुत को खिला सकता है. യഥാർത്ഥത്തിൽ വീട്ടിൽ ദീനുണ്ടാവൽ, നമ്മുടെ സന്താനങ്ങളിൽ ദീനുണ്ടാവൽ, അത് സത്യത്തിൽ യഥാർത്ഥത്തിൽ സ്ത്രീകൾ വഴിയായിട്ടാണ് വീടുകളിലും മക്കളിലും ദീനുണ്ടാവുക. इसलिए अपने अकाबिर कह रहे हैं, भाई अपने घरों में सबसे पहले तालीम का हल्का चालू करो. ഉലമാക്കളായ മഹാന്മാർ നമ്മളോട് ആദ്യമായി പറയുന്നത്, നമ്മുടെ വീടുകളിൽ ആദ്യമായി തഅലീമിന്റെ ഹൽഖകൾ എന്ന് വെച്ചാൽ ഫളായിലിന്റെ കിതാബുകൾ, എന്താണ് നമസ്കരിച്ചാൽ, എന്താണ് ഖുർആൻ ഓതിയാൽ എന്ന് തുടങ്ങുന്ന അതിന്റെ മഹത്വങ്ങൾ പറയപ്പെടുന്ന ഹദീസുകൾ, ആയത്തുകൾ, അത് ഉൾക്കൊണ്ട ഫളായിലിന്റെ കിതാബുകൾ നമ്മുടെ വീടുകളിൽ നിത്യമായി വായിക്കുന്ന അവസ്ഥ ആദ്യമായി തുടങ്ങി എന്ന് ഉലമാക്കളായ മഹാന്മാർ നമ്മളോട് പറയും. हमारे आका ने हर औरत को दीन का दाई बनाया था, बच्चे को दीन का दाई बनाया था, मर्दों को दीन का दाई बनाया था, ताजिरों को दीन का दाई बनाया था, गुलामों को दीन का दाई बनाया था. कोई ऐसा उम्मत का फर्ज नहीं था जिसको आप सल्लल्लाहु अलैहि वसल्लम ने दाई न बनाया. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളെ ദീനിന്റെ ദായികളാക്കുമായിരുന്നു. അവരോടും ദീനിന്റെ പരിശ്രമം ചെയ്യിപ്പിക്കുമായിരുന്നു. കുട്ടികളോടും ദീനിന്റെ പരിശ്രമം ചെയ്യിപ്പിക്കുമായിരുന്നു. കച്ചവടക്കാരെ കൊണ്ടും കൃഷിക്കാരെ കൊണ്ടും ദുനിയാവിന്റെ ബാക്കി ജോലി ചെയ്യുന്നവരെ കൊണ്ടും ദീനിന്റെ പരിശ്രമം ചെയ്യിക്കുമായിരുന്നു. അടിമകളോടും തന്നെ ഞങ്ങൾ ദീനിന്റെ പണി ചെയ്യിക്കുമായിരുന്നു. ഈ ഉമ്മത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടും, ആണാവട്ടെ, പെണ്ണാവട്ടെ, കുട്ടിയാവട്ടെ, അടിമയാവട്ടെ, ജീവിതത്തിന്റെ നികല മേഖലകളിൽ ബന്ധപ്പെടുന്ന മുഴുവൻ ആളുകളെ കൊണ്ടും നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർ ദീനിന്റെ ദഅവത്തിന്റെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു. अक्सर सहाबा, बड़े बड़े सहाबा औरतों की दावत पर इस्लाम लाए. വലിയ വലിയ സഹാബാക്കൾ, വലിയ വലിയ മഹാന്മാരായ സഹാബാക്കൾ, ധാരാളം സഹാബാക്കൾ അവർ ഇസ്ലാമിലേക്ക് വന്നത് അവരുടെ ഭാര്യമാരുടെ, അവരുടെ സ്ത്രീകളുടെ ദഅവത്ത് കാരണമായി. ഹദ്റത്ത് അബൂ തൽഹ औरत की दावत पर ईमान लाए. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അവരുടെ ഭാര്യയുടെ ദഅവത്ത് വഴിയായി. ഇക്രിമ ഇബ്നു അബീ ജഹൽ औरत की दावत पर ईमान लाए. ഇക്രിമ ഇബ്നു അബീ ജഹൽ, അബൂ ജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഹദ്റത്ത് ഉസ്മാൻ അവരുടെ ഭാര്യയുടെ ദഅവത്ത് വഴി अपनी खाला की दावत पर ईमान लाए. ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവരുടെ കൊച്ചുമ്മന്റെ ദഅവത്ത് വഴിയായി ഇസ്ലാമിലേക്ക്. और हजरत उमर रज़ियल्लाहु तआला, सोचो आप कत्ल के लिए जा रहे हैं, कितने बड़े काम के लिए जा रहे हैं. लेकिन घर के अंदर जब पहुंचे
जब उनकी बहन इस्लाम कबूल कर चुकी थी और अल्लाह ने उस बहन की दावत पर उमर को इस्लाम अता फरमा दिया। എത്രത്തോളം ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹു എത്ര വലിയൊരു പണിയെടുക്കാനായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെട്ടത്. വാളും മൂരി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുന്നതിന് വേണ്ടി പുറപ്പെട്ട, ഇത്ര വലിയൊരു ക്രൂരകൃത്യത്തിന് വേണ്ടി പുറപ്പെട്ട ഹസ്രത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഭാഗ്യമായ നിലയിൽ അല്ലാഹു തആല ഹിദായത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് തന്റെ സഹോദരി ഫാത്തിമ. അവർ മുമ്പേ മുസ്ലിമായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിൽ ചെന്ന് ആ വീട്ടിൽ നിന്ന് കിട്ടിയ ദാവത്ത് വഴിയായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിദായത്തിനായത്. उमर को दावत क्यों मिली? क्योंकि उनकी बहन के अंदर दो सिफत खत्म दर्जे की थी। ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരിയുടെ ദാവത്ത് വഴിയായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിദായത്ത് കിട്ടിയത്. അവരിൽ രണ്ട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു ഹിദായത്ത് കിട്ടാൻ. एक तो बहन के अंदर कुर्बानी थी, ഒന്ന് സഹോദരിയുടെ ജീവിതത്തിൽ ത്യാഗമുണ്ടായി. और दूसरे दीन और इस्लाम पर इस्तेकामत थी। രണ്ടാമത്തേത് ഇസ്ലാമിലും ദീനിലും ഉറച്ചു നിൽക്കുന്നവരായിരുന്നു ആ സഹോദരി. അതിന്റെ പേരിലാണ് ഉമർ റളിയല്ലാഹു അൻഹു जरा बराबर उमर से मुतासिर नहीं हुई और न उनकी मां से मुतासिर हुई। ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ശക്തിയിലും അവരുടെ സമ്പത്തിലും ഒന്നിലും അവർ കീഴൊതുങ്ങുകയോ അതിലവർ ആകർഷകരാകുകയോ ചെയ്തില്ല. और यहाँ तक फरमा दिया है उमर, मुझे जो चाहे हो सके कर ले तू, लेकिन जिस इस्लाम को मैं कबूल कर चुकी हूँ मैं उससे हरगिज नहीं मिल सकती। എത്രത്തോളം അവർ ഹിമ്മത്തോടു കൂടി ധീരതയോട് കൂടി പറഞ്ഞു ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമർ നീ ഇഷ്ടമുള്ളത് ചെയ്തോ, ഒരിക്കലും ഇസ്ലാമിനെ ഞാൻ കൈയൊഴിയുകയില്ല, നിനക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തോ എന്ന് ഹദ്റത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു. एक तरफ कुर्बानी का जज्बा था और एक तरफ दीन पर ईमान पर इस्तेकामत का जज्बा। ഒരു ഭാഗത്ത് ഇസ്ലാമിന് വേണ്ടി ത്യാഗം ചെയ്യുക എന്നുള്ള ഗുണമുണ്ടായിരുന്നു, മറുഭാഗത്ത് ഇസ്ലാമിൽ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നുള്ള ഇസ്തിഖാമത്തിന്റെ ഗുണവും ഉണ്ടായിരുന്നു. हज़रत उमर के अंदर भी अपनी बहन की कुर्बानी को देखकर, अपनी बहन की इस्तिकामत को देखकर दो चीजें पैदा हुई। ഉമർ റളിയല്ലാഹു അൻഹുവിനും തന്റെ സഹോദരിയുടെ കുർബാനിയും ത്യാഗവും അതേപോലെ അവരുടെ ഇസ്തിഖാമത്തും കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനും ഗുണങ്ങളുണ്ടായി. एक तो तलब पैदा हो गई, ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന് തേട്ടമുണ്ടായി, ആഗ്രഹമുണ്ടായി. कुरान के पढ़ने की तलब पैदा हो गई। ഖുർആൻ ഓതാനുള്ള ആഗ്രഹവും താല്പര്യവും ഉണ്ടായി. और एक मेरे दोस्तों उनके अंदर नरमी पैदा हो गई। മറ്റൊന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയത്തിൽ അലിവും ദയവും ഉണ്ടായി. बहन की मार को देखकर, बहन के खून को देखकर, बहन की तरह जमने को देखकर, बहन की इस्तिकामत को देखकर उमर का दिल नरम हो गया। അടിച്ചു പൊട്ടിക്കപ്പെട്ട ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്നത് കണ്ടിട്ട് ആ ഒലിച്ചൊരങ്ങുന്ന രക്തത്തിലും അവർ ഉറച്ചു നിൽക്കുന്ന, ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്ന അവരുടെ ഇസ്തിഖാമത്ത് കണ്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സ് അലിച്ചു പോവുകയും മയമാവുകയും. अल्लाह ने जब देखा उमर को सच्ची तलब पैदा हो गई और कुरान को अल्लाह का कलाम समझ के पढ़ा, ऐसी वैसी किताब समझ के नहीं पढ़ा, अल्लाह का कलाम समझ के पढ़ा। और जो अल्लाह का कलाम समझ के पढ़ेगा, यकीन के साथ पढ़ेगा, सच्ची तलब के साथ पढ़ेगा, अल्लाह उसके दिल को फाड़ करके हिदायत का नूर दाखिल करवा देगा। ഹദ്റത്ത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി അല്ലാഹു തആല മനസ്സിലാക്കിയ ഉമർ യഥാർത്ഥത്തിൽ സത്യസന്ധമായ ആഗ്രഹത്തിലും തേട്ടത്തിലുമാണുള്ളത്. മാത്രവുമല്ല അല്ലാഹുവിന്റെ വിശുദ്ധ കലാം അത് അല്ലാഹുവിന്റെ കലാമാണ് എന്നുള്ള മഹത്വത്തോടെയും ആദരവോടും കൂടെ ഉമർ റളിയല്ലാഹു അൻഹു പഠിക്കാൻ തുടങ്ങി, വായിക്കാൻ തുടങ്ങി. മറ്റേതെങ്കിലും ഗ്രന്ഥം വായിക്കുകയാണ് എന്നുള്ള നിലയിലല്ല. ഏതൊരു മനുഷ്യൻ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അത് സത്യമാണെന്നുള്ള ഉറപ്പോടുകൂടി, സത്യമായ തേട്ടത്തോടു കൂടി വിശുദ്ധ ഖുർആൻ ആരെങ്കിലും പാരായണം ചെയ്യുകയാണെങ്കിൽ അവന്റെ ഹൃദയത്തെ അത് പിളർത്തി, അത് പൊട്ടിച്ച് അതിൽ നിന്ന് അല്ലാഹു തആല ഹിദായത്തിന്റെ നീരോടൊപ്പം പുറപ്പെടുവിക്കും. अल्लाह की जात से निकला हुआ है, अल्लाह की जात में जो नूर है अल्लाह के कलाम में छुपा हुआ है। ഈ ഖുർആൻ അല്ലാഹുവിന്റെ ദാത്തിൽ നിന്ന് വന്നതാണ്. ഈ ഖുർആൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്. അതുകൊണ്ട് ഈ ഖുർആൻ മനുഷ്യ ഹൃദയങ്ങളെ പിളർത്തി അതിൽ നിന്ന് ഹിദായത്തിന്റെ പ്രകാശം ഉണ്ടാകും. और इस कुरान में अल्लाह ने सारे आलम के इंसानों की हिदायत रखी है, खुदम जिन्नात सारे आलम के इंसानों की हिदायत के लिए आया है। ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഴുവൻ മാനവരാശിയുടെയും ഹിദായത്തും നേർമാർഗവും സന്മാർഗവും അല്ലാഹു വെച്ചിട്ടുണ്ട്. ഉദല്ലിന്ന മനുഷ്യരാശിയുടെ ഹിദായത്തിന് വേണ്ടിയിട്ടാണ് ഈ വിശുദ്ധ ഗ്രന്ഥം അല്ലാഹു തആല അവതരിപ്പിച്ചത്. जो इस कुरान को अमल के साथ पढ़ेगा और यकीन के साथ पढ़ेगा, सही पढ़ेगा, सच्ची तलब के साथ पढ़ेगा, उसके हिस्से की जो हिदायत इस कुरान में है अल्लाह उसको अता फरमा देगा। ഏതൊരു മനുഷ്യൻ സത്യസന്ധതയോടുകൂടി, നല്ല ആഗ്രഹത്തോടുകൂടി, ബഹുമാനത്തോടുകൂടി, യഖീനോടുകൂടി ഇത് അല്ലാഹുവിന്റെ വചനമാണെന്നുള്ള ഉറപ്പോടുകൂടി ആരെങ്കിലും ഈ വിശുദ്ധ ഖുർആൻ ഓതുകയാണെങ്കിൽ, പാരായണം ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും മനുഷ്യർക്ക് വേണ്ടി വെച്ച ഈ ഹിദായത്തിന്റെ ഓഹരി, അവന് വേണ്ടി ഏതൊരു ഹിദായത്തിന്റെ ഓഹരി ഈ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വെച്ചിട്ടുണ്ടോ തീർച്ചയായും അല്ലാഹു
നൽകുന്നതാണ്. इसलिए मेरे दोस्तों बुजुर्गों, अल्लाह ने हमको दाई बनाया है. अल्लाह सुब्हानहु व तआला നമ്മളെ അല്ലാഹു दाईയാക്കിയിരിക്കുകയാണ്. दाई बनकर दुनिया में चलेंगे तो अल्लाह हमें और हमारे दिलों को खैर से पाक कर देगा. നമ്മൾ ദായിയായി അല്ലാഹുവിലേക്ക് അവന്റെ അടിമകളെ വിളിക്കുന്നവരായി ദായിയായി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളിൽ നിന്നും നമ്മുടെ ഹൃദയങ്ങളെ അല്ലാഹു പരിശുദ്ധമാക്കും. दावत की पहली खासियत है ये दावत उसके यकीन को ईमान को बढ़ा देती है. ദാവത്തിന്റെ ആദ്യത്തെ പ്രത്യേകതയാണ് ആര് ദാവത്ത് യഖീനോട് കൂടി ചെയ്യുമോ അവരുടെ ഹൃദയങ്ങളെ അല്ലാഹു മറ്റെല്ലാത്തിൽ നിന്നും പരിശുദ്ധമാക്കി യഖീനോട് കൂടി അല്ലാഹു അവനെ നിലനിർത്തും. दावत की पहली खासियत है उसके दिल से खैर के यकीन को छोड़ देती है. ദാവത്തിന്റെ ആദ്യത്തെ പ്രത്യേകതയാണ് ഏതൊരു മനുഷ്യനെ യഖീനോട് കൂടി ദാവത്ത് ചെയ്യുമോ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹു അല്ലാത്ത സകല എണ്ണത്തിനെയും സകല വസ്തുക്കളെയും അല്ലാഹു തആല പുറത്താക്കി പരിശുദ്ധമാക്കുന്നതാണ് ഹൃദയത്തെ. जो दावत देगा अल्लाह की बड़ाई उसके दिल में आएगी, खुदा की कुदरत का यकीन उसके दिल में आएगा, जन्नत और जहन्नम का यकीन उसके दिल में आएगा, मरने के बाद की जिंदगी का यकीन उसके दिल में आएगा. तमाम उसके बातिल नक्शे और बात के ഏതൊരു മനുഷ്യൻ യഖീനോട് കൂടി അല്ലാഹുവിലേക്ക് എന്ന അടിയാറുകളെ വിളിക്കുമോ ആ മനുഷ്യരുടെ ഹൃദയത്തിൽ ആദ്യമായ അല്ലാഹുവിലുള്ള അചഞ്ചലമായ രൂഢമൂലമായ വിശ്വാസത്തെ ആ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാവും. അല്ലാഹുവിന്റെ സഹായം ആ മനുഷ്യന് നേരിട്ട് കിട്ടും. അല്ലാഹുവിന്റെ യഥാർത്ഥമായ ഈ ഖുദ്റത്ത്, അല്ലാഹുവിന്റെ യഖീൻ, അവന്റെ മഹത്വം, അവന്റെ വളർച്ച ഈ മനുഷ്യന്റെ ഹൃദയത്തിലുണ്ടാവും. മാത്രവുമല്ല അല്ലാഹു അല്ലാത്ത മുഴുവൻ വസ്തുക്കളെയും മുഴുവൻ കോലങ്ങളെയും മുഴുവൻ അവസ്ഥകളെയും അല്ലാഹു തആല അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറ്റി അല്ലാഹുവിന്റെ യഖീൻ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹു ഏതൊരു അവസ്ഥയിൽ മനുഷ്യൻ ജായിയാക്കുകയില്ലയോ, ഒരു മനുഷ്യൻ ജായിയായിട്ടില്ലെങ്കിൽ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള വസ്തുക്കളിലുള്ള പ്രതിഫലനങ്ങൾ ആ വസ്തുക്കളെ കൊണ്ട് നടക്കുമെന്നുള്ള ചിന്ത ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും പോവുകയില്ല. ആ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് മറ്റുള്ള വസ്തുക്കളുടെ പ്രതിഫലനം ഒരിക്കലും പരിശുദ്ധമാവുകയില്ല. हमारे पास नहीं है और अल्लाह की कुदरत हमारे पास नहीं है कि हमारा दिल खैर से मुतासिर होकर चल रहा है, खैर के तासुर के साथ हम चल रहे हैं, जिसकी वजह से अल्लाह की मदद से महफूज. ഇതിന്റെ പേരിൽ തന്നെയാണ് അള്ളാഹുവിന്റെ സഹായവും അവന്റെ നുസ്രത്തും എനിക്കും നിങ്ങൾക്കും കിട്ടാത്തത്. എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ മറ്റുള്ള വസ്തുക്കളെ കൊണ്ടുള്ള പ്രതിഫലനങ്ങൾ അവകളെ കൊണ്ടും ഇവകളെ കൊണ്ടും അതുകൊണ്ടും ഇതുകൊണ്ടും എല്ലാം എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാവും. അതെല്ലാം നമ്മളെ സ്വാധീനിച്ചിരിക്കുകയാണ്. വസ്തുക്കളോടുള്ള സ്വാധീനം എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ നിന്ന് ഇല്ലാതാവുന്ന കാലത്തോളം അള്ളാഹുവിന്റെ സഹായം ഒരിക്കലും എനിക്കും നിങ്ങൾക്കും കിട്ടുകയില്ല. एक ही मदद अल्लाह की इस्तेमाल में चाहिए है. क्यों? दावत दे करके अपने दिल से खैर का तवज्जुह निकाल रहे हैं. സഹാബത്ത് റളിയല്ലാഹു അൻഹും അജ്മഈൻ 13 കൊല്ലം മക്കയിലെ ജീവിതത്തിൽ വ്യക്തമായ നിലയിൽ വസ്തുക്കളിൽ നിന്നും ഒന്നിനകയില്ല. ഏകനായ പരിപാലകനായ സംരക്ഷകനായ അല്ലാഹുവിനെ കൊണ്ട് മാത്രമേ നടക്കുകയുള്ളൂ എന്ന് നിരന്തരമായില്ല ദഅവത്ത് 13 കൊല്ലം സഹാബാക്കൾ ചെയ്തു. അവരുടെ ഹൃദയങ്ങളിൽ വസ്തുക്കളിൽ നിന്നുള്ള താസ്സുർ, വസ്തുക്കളിലുള്ള സ്വാധീനം അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഇല്ലാതായി. ഏകനായ അല്ലാഹുവിനെ കൊണ്ട് നടക്കുക എന്ന അവരുടെ ഹൃദയത്തിൽ രൂഢമൂലമായി. सबसे बड़ा बातिल खुदाए पाक की कसम दिल का गलत यकीन है. അല്ലാഹുവിന്റെ സത്യം ഏറ്റവും വലിയ ബാത്തിൽ, ഏറ്റവും വലിയ നാശം ഈ അല്ലാഹു അല്ലാത്ത വസ്തുക്കളുടെ യഖീൻ, അല്ലാഹു അല്ലാത്ത വസ്തുക്കളുടെ മനുഷ്യന്റെ പ്രതീക്ഷയും സ്വാധീനവുമാണ് ഏറ്റവും വലിയ ബാത്തിൽ. അത് നമ്മുടെ ഹൃദയത്തിലുള്ളിടത്തോളം കാലം അല്ലാഹുവിന്റെ സഹായം മുത്തിരിക്കും. और ये अंदर के बातिल का खत्म करना हर मुसलमान पर जरूरी है. जब तक इस अंदर के बातिल को हम नहीं खत्म करेंगे अल्लाह सारी बातिल को नहीं खत्म करेगा. ഏതവസ്ഥയിൽ മനുഷ്യൻ അവന്റെ ഹൃദയത്തിന്റെ ഉള്ളടങ്ങളിലുള്ള ബാത്തിലിനെ, അന്ധമായ വിശ്വാസങ്ങളെ മനുഷ്യൻ ഇല്ലാതാക്കുന്നില്ലയോ അതുവരെ അല്ലാഹു തആല പുറത്തുള്ള ബാത്തിലിനെ അല്ലാഹു കൈകാര്യം ചെയ്യുകയില്ല. സ്വന്തം ഉള്ളടങ്ങളിലുള്ള ബാത്തിലിനെ നീക്കുമ്പോഴാണ് പുറമെയുള്ള ബാത്തിലുകളെ അല്ലാഹു നീക്കിക്കളയുകയുള്ളൂ. हमारे जिम्मेदारी बातिल का खत्म करना नहीं है, हमारे जिम्मे हमारे अंदर के बातिल को खत्म करना है. പുറമെയുള്ള ബാത്തിലുകളെ നശിപ്പിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമല്ല. നമ്മുടെ ഉത്തരവാദിത്തം സ്വന്തം ഹൃദയങ്ങളിലുള്ള ബാത്തിലുകളെ പുറത്താക്കുക എന്നുള്ളതാണ് എന്റെയും നിങ്ങളുടെയും ഉത്തരവാദിത്തം. दावत के पहले दिन इब्तिदा जिस दिन कर रहे हैं सहाबा ये था पहले सारी बातिल को खत्म करते, बैतुल्लाह से 300 रुपयों को निकालते और उसकी खुल्लम मुखालफत करते. लेकिन आपने ऐसा नहीं किया. पहले सहाबा के दिलों से मेरे दोस्तों अंदर के बातिल को निकालने की मेहनत.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിലെ സാഹചര്യം ബാത്തിൽ ഒന്നടങ്കം ബാത്തിലാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ചെയ്യേണ്ടിയിരുന്നത് പരിശുദ്ധമായ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്യേണ്ട പരിശുദ്ധമായ കഅബയിലേക്ക് 360 ചില്ലാനം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ എടുത്തു മാറ്റുകയായിരുന്നു ആദ്യമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും ആ വിഗ്രഹങ്ങളെയോ അല്ലെങ്കിൽ ബാഹ്യമായ ബാത്തിലുകളെയോ ഇല്ലായ്മ ചെയ്യാനല്ല പരിശ്രമിച്ചത്. ആദ്യമായി പരിശ്രമിച്ചത് സഹാബാക്കൾ റളിയല്ലാഹു അൻഹുമായി അവരുടെ ഹൃദയങ്ങളുടെ ഉള്ളകങ്ങളിൽ ഉണ്ടായിരുന്ന ബാത്തിലുകളെ നീക്കം ചെയ്യാനാണ് പണിയെടുത്തത്. ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു പുറമേയുള്ള ബാഹ്യമായ സകല ബാത്തിലുകളെയും തട്ടുടക്കണം, അതില്ലായ്മ ചെയ്യണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വന്തം ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ ഗൂഢമൂലമായി കിടക്കുന്ന ബാത്തിലുകൾ നീക്കം ചെയ്യാൻ ആരും ചെയ്യാറില്ല. जिसके लिए एक एक उम्मती को तरजीह की जा रही है और एक एक उम्मती से 4-4 महीने मांगा जा रहा है। राय खुदा के ठोकरे खा खा करके, राय खुदा में निकल निकल करके अपने अंदर के बातिल को बचाने के लिए ഇതിന്റെ പേരിലാണ് ഈ ഉമ്മത്തിലെ ഓരോരോ മനുഷ്യന്റെയും അടുക്കൽ വന്ന് യാചിച്ച് കേരളിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യ, നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു 4 മാസം പുറപ്പെടി, ഒരു 4 മാസം പുറപ്പെടി. അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് ത്യാഗങ്ങളും കഷ്ടപ്പാടുകളും ഓരോരോ വീടുകളും ചെടികളും ഓരോരോ മനുഷ്യന്റെ കൈയും പിടിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ഉള്ളകങ്ങളിലുള്ള ബാത്തിലുകളെ ഒന്ന് നിങ്ങൾ പുറത്താക്കി. ഇതിനു വേണ്ടിയിട്ടാണ് ഓരോരോ മനുഷ്യന്റെയും അടുക്കൽ വന്നിട്ട് യാചിക്കുന്നത്. സഹോദര, ഒരു 4 മാസം അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട്, ഒരു 4 മാസം അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ട് എന്ന് നമ്മളോട് ആവശ്യപ്പെടുന്നു. അല്ലാഹ് അല്ലാഹ് നമുക്ക് എല്ലാവർക്കും മാപ്പ് ചെയ്യുമാറാവട്ടെ. इसके अंदर गलत यकीन होने के एतबार से आज उसको अमल में कामयाबी दिखाई नहीं दे रही है, कुरान के पढ़ने में कामयाबी दिखाई नहीं दे रही है, इल्म हासिल करने में कामयाबी दिखाई नहीं दे रही है, हज करने में कामयाबी दिखाई नहीं दे रही है, रोजा रखने में कामयाबी दिखाई दे रही है. क्यों? जिसका यकीन बिगड़ा हुआ है. നമ്മുടെ ഹൃദയത്തിന്റെ വിശ്വാസം യഖീൻ മാറിയത് കാരണമായി ഇന്ന് നമ്മുടെ അമലുകളുടെ പ്രതിഫലനം നമ്മൾ കാണുന്നില്ല. ഖുർആൻ ഓതുന്നു, നമുക്ക് പ്രതിഫലനം കാണുന്നില്ല. ദീനിന്റെ ഉലൂമുകൾ നമ്മൾ പഠിക്കുന്നു, നമ്മുടെ ജീവിതങ്ങളിൽ കാണുന്നില്ല. ഹജ്ജ് ചെയ്യുന്നു, ഹജ്ജിന്റെ പ്രതിഫലനം ഉമ്മത്തിൽ കാണുന്നില്ല. സക്കാത്ത് നൽകുന്നു, ഉമ്മത്തിൽ അതിന് പ്രതിഫലനം കാണുന്നില്ല. എന്തിന്റെ പേരിൽ? ഉമ്മത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളകങ്ങളിൽ ഉള്ള യഖീൻ അത് മോശമായിരിക്കുകയാണ്. और सही यकीन अल्लाह की कुदरत पर, अल्लाह के खजाने पर, अल्लाह की ताकत पर, अल्लाह की कुदरत पर, मरने के बाद की जिंदगी पर यकीन आ जाएगा. खुदा पाक की कसम, अमल की तरफ हम इस तरह दौड़ेंगे जैसे माल की तरफ दौड़ रहे हैं. നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളകങ്ങളിൽ ശരിയായ യഖീൻ ഉണ്ടായാൽ അല്ലാഹുവിന്റെ ഖുദ്റത്തിൽ അവന്റെ യഖീൻ, അല്ലാഹുവിന്റെ ഖുദ്റത്തിലുള്ള യഖീൻ, അല്ലാഹുവിന്റെ സഹായത്തിലുള്ള യഖീൻ, മരണം മുതൽ തുടങ്ങുന്ന ജീവിതത്തിലുള്ള യഖീൻ, മത്സരം മുതൽ തുടങ്ങുന്ന ജീവിതത്തിലുള്ള യഖീൻ, സ്വർഗ്ഗം നരകം ഹിസാബ് അതിലുള്ള യഖീൻ എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ശരിയായ നിലയിൽ രൂഢമൂലമാവുകയാണെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ഭൗതികമായ വസ്തുക്കളുടെ പിന്നാലെ, സമ്പത്തിന്റെ പിന്നാലെ, ഭൗതികമായ സാധനങ്ങളുടെ പിന്നിൽ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ, ഓടുന്നതിനേക്കാൾ വേഗതയിൽ ഞാൻ നിങ്ങളും ഇന്നും അമലുകളുടെ പിന്നാലെ ഓടുമായിരുന്നു. दावत की पहली खासियत है यकीन और अमल में ताकत पैदा करना. ദാവത്തിന്റെ ആദ്യത്തെ പ്രത്യേകത, ഒരു മനുഷ്യൻ ദായിയാവുകയാണെങ്കിൽ ആ മനുഷ്യരിൽ യഖീൻ ഉണ്ടാവും. ആ യഖീൻ അവനെ അമലുകളിലേക്ക് അവനെ തള്ളി നീക്കിക്കൊണ്ടിരിക്കണം. ദാവത്ത് देंगे तो मेरे दोस्तों, जितनी भी शक्लें दुनिया में नजर आ रही है, इन शक्लों से न होने का यकीन हमारा दिल कबूल करे. നമ്മൾ ദാവത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ ദുനിയാവിൽ ഏതെല്ലാം കോലങ്ങൾ, ഏതെല്ലാം ശക്ലുകൾ നമ്മൾ കാണുന്നുണ്ടോ, ഈ ശക്ലുകൾ, ഈ വസ്തുക്കളിൽ, ഈ കോലങ്ങളിൽ, ഈ രൂപങ്ങളിൽ ഒന്നും എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമില്ല. എന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം യഥാർത്ഥത്തിൽ അല്ലാഹുവിൽ മാത്രമാണ് എന്നുള്ള യഖീൻ ദായിയുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കുക. നമ്മുടെ ദാവത്ത് യഥാർത്ഥത്തിൽ മറ്റുള്ള വസ്തുക്കളെ ഹൃദയങ്ങളിൽ നിന്ന് പുറത്താക്കാനുള്ള ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ വസ്തുക്കളെ കൊണ്ട് നടക്കുകയില്ല എന്നുള്ള യഖീൻ എത്രത്തോളം രൂഢമൂലമാകുമോ അത്രത്തോളം ആ മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ യഖീൻ യാഥാർത്ഥ്യമായിക്കോട്ടെ. അല്ലാഹ് की जात में जो कुछ है पूरी कायनात के बगैर होगा और पूरी कायनात में जो कुछ है अल्लाह के बगैर नहीं होगा. इसी का नाम है ला इलाहा इल्लल्लाह. അല്ലാഹുവിനെ കൊണ്ട് എന്തെല്ലാം നടക്കുമോ അത് പൂർണ്ണമായും അല്ലാഹുവിനെ കൊണ്ട്
മാത്രമേ നടക്കുള്ളൂ. വസ്തുക്കളെ കൊണ്ട് ഒന്നും നടക്കുകയില്ല. ഈ വസ്തുക്കളിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അല്ലാഹുവിനെ കൂടാതെ ഒരു പ്രയോജനം ചെയ്യുകയില്ല എന്നുള്ള യഖീൻ ഹൃദയത്തിനുള്ളിൽ ഇറങ്ങുന്നതിന്റെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. मेरे दोस्तों ये इतना आसान नहीं है कि मैंने कह दिया तो मेरे अंदर आ जाए और आपने कह दिया तो आपके अंदर आ जाए. इतना आसान होता तो मेरे दोस्तों सहाबा के दिलों में एक दिन में ये ईमान पैदा हो जाता. ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ യഖീൻ ഹൃദയത്തിൽ ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. ഒരു ദിവസം ഞാൻ പറഞ്ഞു എന്റെ പേര് എന്റെ ഹൃദയത്തിലുണ്ടായി, ഒരു ദിവസം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിലും അതുണ്ടായി. ഇങ്ങനെ ഉണ്ടാവുന്ന എളുപ്പമായി ഉണ്ടാവുന്നതല്ല. ഇങ്ങനെ ഉണ്ടാവുമായിരുന്നെങ്കിൽ സഹാബാക്കൾ റളിയല്ലാഹു അൻഹും അജ്മഈൻ ഒരു ദിവസം പറയുമായിരുന്നു അവരിൽ യഖീൻ ഉണ്ടാകുമായിരുന്നു. जब आप पर दावत का हुक्म आ गया, क्या ये मुद्दत से उतर गई तो आपने चुप करके दावत देना शुरू किया और जो आप पर ईमान लाता गया उसको भी आप दावत में लगाते गए और कहते गए देखो चुप के दावत देना, छुप करके दावत देना, इंफरादी तौर पर दावत देना. मेरे दोस्तों ये आपने काम शुरू किया. എപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദഅവത്തിന് ഹുക്ം നൽകിയോ എന്ന് എപ്പോൾ അല്ലാഹു ഇറക്കിയോ ആ സമയത്ത് തങ്ങൾ എഴുന്നേറ്റു. തങ്ങൾ ദീനിന്റെ ജോലി അല്ലാഹുവിലെ കടിമകളെ വിളിക്കുന്ന ദഅവത്തിന് ഉത്തരവാദിത്വം ചെയ്തു. ആരെല്ലാം തന്നെ ദഅവങ്ങളിൽ വിശ്വസിച്ചോ അവരെയും തന്നെ തങ്ങൾ പതുക്കെ രഹസ്യമായി, വളരെ രഹസ്യമായി പതുക്കെയായി അവരോട് പറഞ്ഞു നിങ്ങൾ രഹസ്യമായി ആളുകൾ അല്ലാഹുവിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് എല്ലാ ചാട്ടങ്ങളും രഹസ്യമായി ആളുകളോട് പറഞ്ഞിട്ടേ 3 साल तक आपने इरादी दावत दिया और छुप करके दावत दिया. 3 വർഷം എന്ന ചാട്ടങ്ങൾ വളരെ രഹസ്യമായി അല്ലാഹുവിന്റെ അടിമകൾ അല്ലാഹുവിലേക്ക് വളരെ രഹസ്യമായി ദഅവത്ത് ചെയ്തുകൊണ്ടേയിരുന്നു. 3 വർഷം എന്ന ചാട്ടങ്ങൾ സഹാബാക്കളും ഇടയിൽ തങ്ങളോട് കൂടി ദഅവത്ത് ചെയ്തുകൊണ്ടേ. उसके बाद जब ये आयत नाज़िल हुई फस्ता बिमा तुमर वारिस अनिल मुस्तकीम, ऐ प्यारे नबी अब खुल्लम खुल्ला दावत दीजिए, अब ऐलानिया दावत दीजिए, अब लोगों में जाके ऐलान कीजिए और दावत दीजिए. अब और किसी की परवाह मत कीजिए, हम आपकी हिफाजत करेंगे. उसी दिन से वह महान पर शुरू हो गए. 3 വർഷത്തിന് ശേഷം നിങ്ങളുടെ ശാസനങ്ങൾ കായത്തിറങ്ങി തങ്ങളോട് കൽപ്പിക്കപ്പെട്ട കാര്യം വ്യക്തമായ നിലയിൽ പരസ്യമായ നിലയിൽ തങ്ങൾ ആളുകളോട് പറഞ്ഞേക്കും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ദേശം കിട്ടിയതോടുകൂടി നബിയുടെ ശാസനങ്ങൾ പരസ്യമായി ആളുകളോട് അല്ലാഹുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. മറ്റുള്ളവരുടെ അവഗണനകൾ, മറ്റുള്ളവരുടെ അപഹാരങ്ങൾ, അവരുടെ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ അതൊന്നും തങ്ങൾ പരിഹരിക്കുകയേ വേണ്ട. തങ്ങൾ പരസ്യമായ നിലയിൽ അല്ലാഹുവിന്റെ കടിമകളെ വിളിക്കും എന്ന് പറഞ്ഞപ്പോൾ പരസ്യമായ നിലയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ തുടങ്ങി. ഈ കാര്യത്തിൽ നിങ്ങൾ യഖീനാക്കിക്കൊള്ളി. ഈ ദഅവത്തിന്റെ ഈ ജോലിയിൽ വലിയ താക്കത്തുണ്ട്. ഈ ദഅവത്തിന്റെ ജോലി ചെയ്യുന്നവരിൽ അല്ലാഹുവിന്റെ താക്കത്ത്, അല്ലാഹുവിന്റെ ഖുദ്റത്തും ഇവരെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിന്റെ ദാത്തും ഇവരെ കൂട്ടത്തിലുണ്ട്. ഇതിനെ നിങ്ങൾ യഖീനാക്കിക്കൊള്ളി. ഈ യഖീനോട് കൂടി ദഅവത്തിന്റെ മൈതാനത്തിലേക്കായി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ ഹൃദയങ്ങളെ നമുക്ക് വേണ്ടി കീഴ്പ്പെടുത്തി. പക്ഷേ പ്രതിസന്ധികൾ വരും. അവസ്ഥകൾ, പ്രതിസന്ധികൾ ഒരിക്കലും നമ്മൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും മനുഷ്യനെ നശിപ്പിക്കാൻ ദായിയുടെ വരുന്ന പരീക്ഷണങ്ങൾ ഒരിക്കലും നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ദായിയുടെ മേൽ വരുന്ന പ്രയാസങ്ങൾ ഒരിക്കലും മുസീബത്തുകളല്ല. പക്ഷെ ദായിയുടെ മേൽ വരുന്ന പരീക്ഷണങ്ങൾ അത് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അത് പരീക്ഷണത്തിന് വേണ്ടി വരുന്നതാണ്. തെർബിയത്തിന് വേണ്ടി തരുന്നതാണ്. ഓർത്തിരിക്കണം. എപ്പോൾ ദായിക്ക് തെർബിയത്ത് ഉണ്ടായി കഴിഞ്ഞോ ദായി ദാവത്ത് पर जम जाता है. ദായി അയാളുടെ ദാവത്തിൽ ഉറച്ചു നിന്നാൽ അതിനാ ദായി ഉറങ്ങി ഇസ്തിഖാമത്തോട് കൂടി നിലനിൽക്കാൻ തുടങ്ങിയാൽ നർമി ആ ജാതി ആ മയവും വിട്ടുവീഴ്ചയും ഈ ദായി ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാഹ് ആ ജാത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ നയം ആ ജാത്ത കരുണ ഉണ്ടായി
उतरने लगी। अल्लाह ने सहायक बनाई। इसलिए हुजूर अकरम सल्लल्लाहु अलैहि वसल्लम की 13 साल की जिंदगी क़यामत तक के लिए नमूना है। അതുകൊണ്ട് ഞങ്ങളുടെ 13 കൊല്ലത്തെ മക്കയിലെ ജീവിതം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്കുള്ള മാതൃകയാണ്. उसके अंदर ईमान सीखा जा रहा है. അതിന്റെ ഉള്ളിൽ ഈമാൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹ് കിതാബ് ഖുദ്റത്ത് യഖീൻ सीखा जा रहा है. അല്ലാഹുവിന്റെ ദാത്തിലും ഖുദ്റത്തിലുമുള്ള യഖീൻ ഉണ്ടാക്കുന്നത് ഖൈർ യഖീൻ सीखा जा रहा है. മറ്റുള്ളവരിൽ നിന്നുള്ള യഖീനിനെ ഇല്ലാതാക്കി മരണ के बाद की जिंदगी का यकीन सीखा जा रहा है. हमारे ജീവിതത്തിലുള്ള യഖീൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. आज हमारा और आपका हाल ये है कि मेरे दोस्तों, हम मुसलमान हैं, अल्लाह पर ईमान रखते हैं, आखिरत पर यकीन रखते हैं, लेकिन हमारी जिंदगी से अमाल निकले हुए हैं. क्या अमाल इस बात का सबूत दे रहे हैं कि हमारा दिल उन यकीन എന്റെയും നിങ്ങളുടെയും അവസ്ഥ ഇതാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ട്, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിലും വിശ്വാസമുണ്ട്, സ്വർഗത്തിലും നരകത്തിലും വിശ്വാസമുണ്ട്. പക്ഷേ എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങളിൽ നിന്ന് അമലുകൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ വാസ്തവമാക്കുന്ന നിലയിലുള്ള അമലുകൾ നമ്മളിൽ നിന്ന് ഇല്ല എന്നുള്ളത് എന്റെയും നിങ്ങളുടെയും യഖീനിന്റെ കുറവാണ്. എനിക്ക് നിങ്ങൾക്ക് വ്യക്തമാക്കി തരുന്നത്. मेरे दोस्तों, इबादत में कमाल पैदा करने के लिए है, इबादत में जान पैदा करने के लिए है, अमाल में जान पैदा करने के लिए है. एक तरफ ये दावत खैर पर यकीन बनाती है, अल्लाह की कुदरत पर यकीन बनाती है, मरने के बाद की जिंदगी पर यकीन बनाती है, अल्लाह के खजाने पर यकीन बनाती है, खुदा के गैबी निज़ाम पर यकीन बनाती है, ईमान बिल गैब के अंदर पैदा करती है. दूसरे ये दावत मेरे दोस्तों के अमाल में जान पैदा करती है. യഥാർത്ഥത്തിൽ ഈ ദഅവത്ത് നമ്മുടെ ഇബാദത്തിൽ ജീവനുണ്ടാക്കും, നമ്മുടെ അമലുകളിൽ ജീവനുണ്ടാക്കും. ഒരു ഭാഗത്തിൽ അല്ലാഹുവിന്റെ യഖീൻ ഉണ്ടാക്കും, ആഖിറത്തിലുള്ള വിശ്വാസം ഉണ്ടാക്കി തീർക്കും. അല്ലാഹുവിന്റെ ഖജനാവുകളിലുള്ള യഖീൻ ഉണ്ടാവും, ഈമാൻ ബിൽ ഗൈബ് ഉണ്ടാവും, അദൃശ്യമായ കാര്യങ്ങളിൽ ഉറച്ച വിശ്വാസം ഉണ്ടാവും. ഇതുവഴിയായി യഖീൻ യാഥാർത്ഥ്യമാകും. ഇതൊക്കെ ദഅവത്തിന്റെ ഒരു വശമാണെങ്കിൽ, മറ്റൊരു വശം ദഅവത്ത് കൊണ്ട് കിട്ടുന്നത് നമ്മുടെ ഇബാദത്തിൽ, നമ്മുടെ അമലുകളിൽ യഥാർത്ഥമായ ജീവനുണ്ടാവും. ജീവനുള്ള അമലുകൾ ദഅവത്ത് വഴിയായി നമ്മുടെ दावत के लिए 2 चीजें चाहिए. दावത്തിന് വേണ്ടി 2 കാര്യങ്ങൾ ആവശ്യം. जिससे दावत आम होती है, അതുകൊണ്ടാണ് ദാവത്ത് ആമാവുക. जिससे दावत मकबूल होती है, അതുകൊണ്ടാണ് ദാവത്ത് കബൂലാവുക. जिससे लोग उसकी दावत को कबूल करते हैं, ഇതുണ്ടായാലേ ജനങ്ങൾ അവന്റെ ദാവത്ത് സ്വീകരിക്കും. 2 चीजें जरूरी है. അതുകൊണ്ട് 2 കാര്യങ്ങൾ അത്യന്താപേക്ഷിതമാണ്. एक उसकी दावत की दलील जरूरी है, ഒന്ന് അവന്റെ ദാവത്തിന് തെളിവ് ആവശ്യമാണ്. और एक उसकी दावत के लिए ताकत जरूरी है, 2 അവന്റെ ദാവത്തിന് വേണ്ടി അവന് താക്കത്ത് ആവശ്യമാണ്. नबियों की दावत की दलील के लिए अल्लाह ने मौजूदात अता फरमाए. नबीमाരുടെ ദാവത്തിനുള്ള തെളിവ് അല്ലാഹു സൃഷ്ടികളായി. മൗജൂദാത്ത് ये दलील नबूवत है, हमारे नबूवत नहीं है. നബിമാരുടെ ദാവത്തിന്റെ ദലീൽ, അതിനുള്ള തെളിവ് മുഅ്ജിസത്തുകളായിരുന്നു, അമാനുഷികമായ കാര്യങ്ങളായിരുന്നു. വളരെ സുന്ദരമായ फरमाते थे, नबियों की दावत की दलील उनके मौजूदात है, और इस उम्मत की दावत की दलील उनकी नमाज. മൗലാന ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്തിന്റെ ദലീൽ, അതിനുള്ള തെളിവ് അവരുടെ മുഅ്ജിസത്തുകളായിരുന്നു. പക്ഷേ ഈ ഉമ്മത്തിന്റെ ദഅവത്തിന്റെ ദലീൽ അവരുടെ നമസ്കാരങ്ങളായിരുന്നു. നബിയുടെ ഈ ദഅവത്ത് മനവാത്ത മുഅ്ജിസാത്ത് के जरिए से, और ये उम्मत अपनी दावत मनवाएगी नमाज के जरिए. നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ദഅവത്തിനെ ജനങ്ങളിൽ ഫലിപ്പിക്കുമായിരുന്നു, ജനങ്ങളെ അതിന്റെ കീഴിൽ വരുമായിരുന്നു. അവരുടെ മുഅ്ജിസത്തുകൾ കാണിച്ചു കൊടുത്തോട്ടെ ഈ ഉമ്മത്ത് അവരുടെ ദഅവത്തിനെ ജനങ്ങളെ കൊണ്ട് അംഗീകരിപ്പിക്കും. ഏതുകൊണ്ട്? അവരുടെ നമസ്കാരത്തിന്റെ താക്കത്ത് കൊണ്ട്. നബിയോ को अल्लाह मुल्क की ताकत नहीं देता, फौज की ताकत नहीं देता, अफसरियत की ताकत नहीं देता, हथियार की ताकत नहीं देता. नबियों को अल्लाह ताला दुआ की ताकत देता है. നബിമാർ അലൈഹിസ്സലാത്തു വസ്സലാമിന് അധികാരമോ രാജ്യമോ അല്ലെങ്കിൽ ആയുധങ്ങളോ അല്ലെങ്കിൽ സംഖ്യബലങ്ങളോ ഇതൊന്നുമായിരുന്നില്ല. നബിമാരുടെ ദഅവത്തിന്റെ ദലീലും ശക്തിയും, നബിമാരുടെ ദഅവത്തിന്റെ ശക്തി അവർക്ക് മുഅ്ജിസത്തായിരുന്നു. ഇപ്രകാരം ഈ ഉമ്മത്തിന്റെ ദഅവത്തിന്റെ ശക്തി നമുക്കറിയാം. जो दावत देगा अल्लाह की दुआ में ताकत पैदा करना है. ഏതൊരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ദഅവത്ത് ചെയ്യുമോ ആ മനുഷ്യന്റെ